പാട്ട് എഴുതിയിട്ട് സാറിന് തൃപ്തിയാവുകയാണ്, കുറേ എഴുതേണ്ട വന്നിട്ട് ചിലപ്പോൾ കുറേ പ്രാവശ്യം എഴുതും, ഒന്ന് മാറ്റി വയ്ക്കും, അത്രയും തൃപ്തിയിലേക്ക് വരാൻ വേണ്ടി ഏറ്റവും റിസ്ക് എടുത്ത പാട്ട് ഏതായിരിക്കും? അവർക്ക് എന്ത് വേണോ, അവരുടെ മനസ്സേതാണോ, അല്ലെങ്കിൽ അവരിലൂടെ കുട്ടികൾ കാണുന്ന കുട്ടികളുടെ മനസ്സേതാണോ ആ മനസ്സിലാണ് ഞാൻ. എൻ്റെ പരാജയങ്ങളൊന്നും ഞാൻ എൻ്റെ വല്ലാതെ സങ്കടം ഞാൻ വരുത്താറില്ല. എന്ന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു അന്ന് അവരുടെ ജീവിതം തീരുവാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്ന് ഞാനാണ് അപ്പുറത്തുനിന്ന് പുള്ളിക്കാരൻ. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ തിരുവനന്തപുരം എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഈ പണി നിർത്തുന്നത് നല്ലതോ, എനിക്ക് ഒന്നും വരുന്നില്ല പാട്ട്. അപ്പോൾ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ അവൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് ഈ പാട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാനായിട്ട് എൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറ്റിയപ്പോൾ ചോദിച്ചു, ചേട്ടൻ ഇപ്പം ചെയ്തുകൊണ്ടിരുന്ന പാട്ട് തിരുമേനി എഴുതിയതാണോ? റേഡിയോയിൽ പാട്ട് വന്നു, രാക്ഷസി പാട്ട് വന്നു. പുള്ളി അയ്യോ സാറിനൊന്നും കേൾക്കാൻ പറ്റിയ പാട്ടല്ലാന്ന് പറഞ്ഞത് മാറ്റി. സാറും മിണ്ടാൻ പോയില്ല, കാരണം പുള്ളി എഴുതിയ പാട്ടാണ്. അല്ലാതെ പറഞ്ഞ സാറ് പ്രമദവനം എഴുതും, രാക്ഷസി എഴുതും, മിന്നൽ വള എഴുതും, ലജ്ജാവതി എഴുതും. പാട്ട് എഴുതാനടുത്ത് പുള്ളിയുടെ ജീവിതകഥ എന്തെങ്കിലും പറഞ്ഞു തന്നോ? പിന്നെ പടത്തിന്റെ കഥ പറഞ്ഞല്ലോ, അത് തന്നെ ജീവിതകഥ. നമ്മളൊരു സംഗീതജ്ഞനാവണമെന്ന് ആഗ്രഹിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും വലുപ്പമുണ്ട്. ഞാൻ വെറുതെ ഒരു വോയിസ് നോട്ട് അയക്കാൻ പേടിയാണ്. അപ്പോൾ ഞാനത് തിരുമേനി എന്ത് ചെയ്യും, വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ ഞാൻ ആ സമയത്ത് ദോശ കഴിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ഒരെണ്ണം കൂടെ കഴിച്ചോളൂ തിരുമേനി. സാനുവിൽ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ